UDFിന് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഒരു തരത്തിലും ഭയമില്ല. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന വോട്ടർമാരാണ് നിലമ്പൂരിലെ വോട്ടർമാർ. ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരുമായി ഒത്തുചേരുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു രസതന്ത്രമാണ്. വിമർശനങ്ങൾ ക്രിയാത്മകമാണെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷേ വസ്തുതാവിരുദ്ധവും അങ്ങേയറ്റം അപമാനകരമായൊരു വിമർശനങ്ങളെന്ന് പറഞ്ഞാൽ ആരായാലും രാഷ്ട്രീയത്തിൽ ഒഴിവാക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് CPM-കാർ സ്ഥാനാർത്ഥിയെ തപ്പിക്കൊണ്ടിരിക്കുക. പെരുമഴയത്തും തപ്പൽ തുടരുന്നു എന്നാണ് പറയുന്നത്. പിണറായിസത്തിനെതിരായുള്ള പോരാട്ടമാണ് ജനങ്ങളാകമാനം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നമസ്കാരം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാണ്. PV അൻവർ UDFിൻ്റെ ഘടകകക്ഷിയാകണം എന്ന് വാശി പിടിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവിനെതിരെയും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെതിരെയും നിരന്തരം വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ PV അൻവറിൻ്റെ അവസ്ഥ UDFിൻ്റെ ഘടകകക്ഷിയാകുമോ എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് തീരുമാനം എന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ തീരുമാനം പുറത്തു വരുന്നു. ഇനി അറിയേണ്ടത് PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുമോ എന്നാണ്. UDF അത് ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്നെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവായ ശ്രീ ബിന്ദു കൃഷ്ണ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. നിലമ്പൂരിൽ രാഷ്ട്രീയ പോര് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ PV അൻവർ മത്സരിക്കുന്നതിൽ സത്യത്തിൽ UDFിന് എന്തെങ്കിലും ഭയമുണ്ടോ? UDFിന് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഒരു തരത്തിലും ഭയമില്ല. കാരണം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന കേരള ജനത, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന വോട്ടർമാരാണ് നിലമ്പൂരിലെ വോട്ടർമാർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ മൂലം ജീവിതം ദുസ്സഹമാക്കിയ ഒരു ജനതയുടെ തീർച്ചയായും പ്രതിഷേധമായിരിക്കും വോട്ടായി രേഖപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് UDF ഈ ഉപതെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഈ ചെന്നിത്തലയും എല്ലാം തന്നെ ഈ അൻവറുമായി അനുരഞ്ജന ചർച്ചകളെല്ലാം തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അൻവർ ഈ കോൺഗ്രസിൻ്റെ ഈ ഒരു UDFിൻ്റെ ഘടകകക്ഷിയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലോ. അത് സ്വാഭാവികമായ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരുമായി ഒത്തുചേരുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു രസതന്ത്രമാണ്. അതിനപ്പുറത്തേക്ക് UDF സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ മോശം പരാമർശം നടത്തിക്കൊണ്ട് അതൊരു രാഷ്ട്രീയ മര്യാദയ്ക്ക് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഗൗരവമായ ആലോചനയ്ക്ക് ശേഷമല്ലാതെ തീരുമാനമെടുക്കാൻ കഴിയില്ല. അത് കോൺഗ്രസിൻ്റെ UDFിൻ്റെ നേതൃത്വം ഇടപെട്ട് വ്യക്തമായ തീരുമാനം ഇന്ന് തന്നെ എടുക്കും. ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെ അടക്കം വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, വിമർശനങ്ങൾ ക്രിയാത്മകമാണെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷേ വസ്തുതാവിരുദ്ധവും അങ്ങേയറ്റം അപമാനകരമായൊരു വിമർശനങ്ങളെന്ന് പറഞ്ഞാൽ ആരായാലും രാഷ്ട്രീയത്തിൽ ഒഴിവാക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ പിന്നെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയല്ലോ, അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ഭാവനയിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിയമസഭയിൽ അടക്കം പറഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞു അതൊക്കെ അവിടെ കിടക്കട്ടെ. പക്ഷേ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കാമെന്നാണ്. അതാണ് ശരിയായ നിലപാട്. ഈ നിലമ്പൂരിൻ്റെ സ്വതന്ത്ര MLA ആയിരുന്ന സമയത്ത് PV അൻവർ KC വേണുഗോപാലിന് എതിരെ നടത്തിയ പരാമർശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അതുകൂടാതെ ഇപ്പോൾ നടത്തുന്ന ഒരു അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, കേരള രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും അത്തരം കാര്യങ്ങൾ അറിയാം. അതൊക്കെ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറയുകയും മറ്റൊരു സാഹചര്യത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അതൊക്കെ അവർ വ്യക്തമാക്കേണ്ടതാണ്. ആ വ്യതിയാനങ്ങളെ പൊതുജന സമക്ഷം ബോധ്യപ്പെടുത്തേണ്ടത് അത് പ്രസ്താവിച്ച ആളുകളുടെ ഉത്തരവാദിത്തം. പെട്ടെന്ന് നിറം മാറുന്നവരെ സത്യത്തിൽ ഈ UDF കോൺഗ്രസ് അംഗീകരിക്കും. കോൺഗ്രസിൻ്റെ അംഗീകാരം കോൺഗ്രസിന് അങ്ങനെ വ്യക്തിപരമായ അംഗീകാരങ്ങളല്ല, രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും രാഷ്ട്രീയ സദാചാരങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിലപാടാണ്. നിലമ്പൂരിലുള്ള വിജയപ്രതീക്ഷ എന്തുമാത്രമുണ്ട്? നിലമ്പൂരിൻ്റെ ജനഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്.
കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് CPM-കാർ സ്ഥാനാർത്ഥിയെ തപ്പിക്കൊണ്ടിരിക്കുക, പെരുമഴയത്തും തപ്പൽ തുടരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവരാക്ഷേപിക്കുന്നത് പോലെ ഡൈയിങ് ഹാർനസ് അല്ല. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് എന്ന വ്യക്തിത്വം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം, അത് കലാരംഗത്തായാലും സാഹിത്യ രംഗത്തായാലും അതിനേക്കാൾ ഉപരി സാമൂഹിക പ്രവർത്തന രംഗത്ത്, ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹമൊക്കെ അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം നിലമ്പൂർ നഗരസഭാ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ വിവിധ പരിപാടികൾ പങ്കെടുക്കാൻ അവിടെ ചെന്നപ്പോൾ എത്ര ഭാവനാസമ്പന്നമായ, എത്ര ക്രിയേറ്റീവായിട്ടുള്ള പരിപാടികളാണ് ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്നത്. അദ്ദേഹം നിരന്തരമായി പാർട്ടി പ്രവർത്തനം കൂടി നടത്തി KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ഒരാൾക്ക് സീറ്റ് കിട്ടുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാഷ്ട്രീയ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ, ആ വർത്തമാനകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസാക്ഷി എന്ന് പറയുന്നത് പിണറായിസത്തിനെതിരായുള്ള പോരാട്ടമാണ് ജനങ്ങളാകമാനം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF ആണ്. ആ UDFിന് അനുകൂലമായി നിലമ്പൂരിലെ പൊതുജന മനസാക്ഷി വിധി എഴുതുമ്പോൾ അത് കേരളത്തിൻ്റെ പൊതുചിത്രമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല.